റബീഉൽ അവ്വൽ വളരെ സന്തോഷത്തോടുകൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും വീടുകളിൽ നിന്നും എത്രത്തോളം തെരുവുകളിൽ വരെ മൗലിദിന്റെ ഈരടികളാണ്, മുത്തുനബിയുടെ പ്രകീർത്തനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ അടിച്ചമർത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ ഒരു മൗലവിയുടെ ആഗ്രഹം നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്ന ആഗ്രഹം: ഏത് അന്ധവിശ്വാസം, ഏത് വിധത്തും, ഏത് അനാചാരവും എന്തെല്ലാമായി വന്നോ അവിടേക്ക് പിടികൂടാൻ ഇൻഷാ അല്ലാഹ് മുജാഹിദീങ്ങളുണ്ടാവും. വരാൻ പോകുന്നത് ഒപ്പങ്ങളുണ്ടാവും. ഈ ഖുറാഫാത്തും നിർത്തുന്നവരെ അതിന്റെ ബാക്കിൽ ഞങ്ങൾ ഉണ്ടാവും. വിളിച്ചു പറയും, വിളിച്ചു പറയും, അതിന് വയറുണ്ടാകും, മുഖാമുഖുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ഏർപ്പാടുണ്ട്. 3, 7, 14, 40 ആണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ മരിച്ചാലും അതിന്റെ പേര് പൈസ, ജനിച്ചാലും അതിന്റെ പേര് പൈസ, അന്നൊക്കെ സുഭിക്ഷമായ ഭക്ഷണം, അത് സൂള ജനിച്ചാലും അങ്ങനെ തന്നെ, പാറാരിയം മരിച്ചാലും അങ്ങനെ തന്നെ, അതിലൊക്കെ കച്ചവടമാക്കിയിട്ട് കണ്ടില്ലേ? മൗലവിയുടെ ആഗ്രഹം പറഞ്ഞതാണ്. ഏത് വിദ്യാർത്ഥി കൊണ്ടുവന്നാലും ഞങ്ങൾ പിടികൂടാനുണ്ടാവും. എത്ര കാലമായി ഇവർ പിടികൂടാൻ തുടങ്ങിയിട്ട്? ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഇവർ ഇതിനെതിരെ തുറന്നിട്ടുള്ളത്. ഒരുപാട് കാലം ആയി അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് വരുമ്പോൾ അതിനെതിരെ കവലകളിൽ പ്രസംഗം നടത്താനും, നമ്മളൊക്കെ ഒരു ഭാഗത്ത് പള്ളിയിൽ വലിയ മൗലിദും അതേപോലെ മുത്തുനബിയുടെ മതഹുകൾ പറഞ്ഞും പാടിയും അതൊക്കെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഖേദപ്രകടനം നടത്തിയത് തെറ്റാണ്, വിദ്യാർത്ഥാണ്, അത് ചെയ്യുന്നവർ മുബത്തദിയാണെന്നൊക്കെ ഒരുപാട് കാലം അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാ റബീഉൽ അവ്വൽ വരുമ്പോഴും അവർ പോസ്റ്റർ ഒട്ടിച്ചിട്ടും അനാചാരമാണ്, ഈ വിദ്യാർത്ഥാണെന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ എന്ത് മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? എന്ത് ഗുണം ലഭിക്കുന്നുണ്ട് അവർക്ക് ഒരു ഗുണം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലഭിക്കുകയില്ല. ഓരോ വർഷം തോറും നമ്മുടെ നാടുകളിൽ വർഷത്തിൽ ഉഷാറായിട്ട് വരെ എന്നല്ലാതെ ഏതെങ്കിലും നാടുകളിൽ റബീഉൽ അവ്വൽ കുറഞ്ഞു വരുന്നുണ്ടോ? ഇവരുടെ എതിർപ്പ് വരുന്തോറും ഇപ്പുറത്ത് മുത്തുനബിയോടുള്ള മഹബത്ത് കൂടുതൽ പ്രകടമാക്കി, കൂടുതൽ കഴിഞ്ഞ വർഷം എത്രയാണോ ചെലവഴിച്ചത് അതിൽ കൂടുതൽ ചെലവഴിച്ച് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മുത്തുനബിയുടെ മദഹിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹുദ് മലയോളം എനിക്ക് സ്വർണ്ണമുണ്ടെങ്കിൽ അത് മുഴുവനും മുത്തുനബിയുടെ മൗലിദിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ അന്യാമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാലമായി മൗലവിമാരും മുഖാമുഖം വയതും പ്രസംഗക്കായി കൂടുന്നു. പക്ഷെ ഒരു ഗുണവുമില്ല, അതുകൊണ്ട് ഉണ്ടാവാനും പോകുന്നില്ല. കാരണം ആര് തങ്ങളെ എതിർത്താലും അള്ളാഹ് പറഞ്ഞതാണ്, നബിയെ നിങ്ങളുടെ സ്മരണ അത് നമ്മൾ ഉയർത്തും. അത് ഏത് മുജാഹിദ് മൗലവിമാരും ഏത് വഹാബികളും ഇവിടെ കരഞ്ഞാലും ശരി, അവർ ഓളിയിട്ടാലും ശരി, നിങ്ങളുടെ മദ്ഹിനെ നമ്മൾ ഉയർത്തും. അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. അത് എതിർക്കാൻ ആർക്കും കഴിയൂല. പിന്നെ മൗലവി പറഞ്ഞ വേറൊരു കാര്യം, ജനിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ, മരിച്ചാലും അങ്ങനെ തന്നെ ഭക്ഷണം കൊടുക്കാറ്. അത് ഞങ്ങൾ തുടങ്ങിയതല്ല, മൗലവി മുത്തുനബി കാണിച്ചു തന്നതാണ്. അത് രേഖപ്പെടുത്തിയതാരാ? നിങ്ങൾ ശൈഖുൽ ഇസ്ലാമായി പറയുന്ന നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയുടെ പേജാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹം എന്താണ് ഇതിൽ പറയുക? ചോദ്യമാണ് അദ്ദേഹത്തിനോട്. എന്താണ്? സുഇല അൽ ഖിറാഅത്തി അലൽ മയ്യിത്ത്, മയ്യിത്തിന്റെ മേലിൽ ഖിറാഅത്ത് ഓതുന്നതിന് തൊട്ടും ലുജ്റത്തി അലാ ദാലിക, അതിന്റെ മേലിൽ കൂലി കൊടുക്കുന്നതിന് തൊട്ടുമാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കും, മാ തഖൂലു സാദാത്തുൽ ഫഖഹാ വ അയിമത്തുദ്ദീൻ, പണ്ഡിതന്മാർ എന്താ പറയുന്നത്? എന്ത് വിഷയത്തിൽ? മയ്യത്തിന് ഖുർആൻ ഓതി എത്തുമ്പോൾ അതിന് കൂലി കൊടുക്കാൻ പറ്റുമോ? ഭക്ഷണം മയ്യത്തിന് അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ തന്നെ മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക, സദഖ കൊടുക്കുക, ഇതൊക്കെ പറ്റുമോ? അതിന് ഇബ്നു തൈമിയ്യ കൊടുത്ത മറുപടി തരങ്ങൾ, അമ്മ സ്വദഖത്തു അനിൽ മയ്യിത്തി ഫഇന്നഹു യൻതഫഉ ബിഹാ ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എക്കാലം യോജിച്ച വിഷയമാണ് മയ്യത്തിനെ തൊട്ട് സദഖ കൊടുക്കുക എന്നുള്ളത് മയ്യത്തിന് ഉപകാരം ചെയ്യും. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവരാം, വഖദു വറദത്ത് ബിദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹ, മുത്തുനബിയെ തൊട്ട് സ്വഹീഹായ ഹദീസ് ആ വിഷയത്തിലുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എന്റെ ഉമ്മ മരണപ്പെട്ടു, മരിക്കും ഞാൻ അടുത്തുണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. ഞാൻ എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്താൽ ഉമ്മയെ തൊട്ട് സദഖ കൊടുത്താൽ ഉപകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, നഅം. ഇത് ഞാൻ പറയല്ലോ, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ കൊണ്ടുവരാണ്. മയ്യത്തിന് ഭക്ഷണം കൊടുത്താൽ, സദഖ കൊടുത്താൽ അത് ഉപകരിക്കും. ഇത് പറഞ്ഞത് ഇബ്നു തൈമിയ്യാണ്. മുത്തുനബിയുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു തൈമിയ്യാണ് ഇത് പറഞ്ഞത് എന്ന സാമാന്യ ബോധം മൗലവിക്ക് ഉണ്ടാവണം. പിന്നെ മൗലിദിനെ ഞങ്ങൾ എതിർക്കുന്നൊക്കെ മൗലവി പറഞ്ഞു, മുത്തുനബിന്റെ ജന്മദിനായും വേണ്ടിയിലാണ് മൗലവി. അത് ഇബ്നു തൈമിയ്യ അയാൾ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 126-ാമത്തെ പേജിൽ അയാൾ പറയുന്നുണ്ട്, ഫതഅദീമുൽ മൗലിദി വത്തിഖാദുഹു മുസ്ലിമൻ, മുത്തുനബിന്റെ മൗലിദ് ബഹുമാനിക്കുകയും അതൊരു ആഘോഷമായി പിടിക്കലും ആചരിക്കലും അത് യഫ്അലുഹു ബഅദുൻ നാസ്, ചില ആളുകൾ പ്രവർത്തിക്കാറുണ്ട്. വയഖൂലു ഫീഹി അജ്റുൻ അദീം, ഇതിൽ വലിയ കൂലി അവർക്ക് കിട്ടും. എന്താ കാരണം? ലിഹുസ്നി ഖസ്ദിഹി, അവരുടെ ഉദ്ദേശം നല്ലതാണ്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം മുത്തുനബിന്റെ മൗലിദ് കൊണ്ട് എന്താ? തങ്ങളെ ശഫാഅത്ത് ലഭിക്കണം, തങ്ങളെ മഹബത്ത് ലഭിക്കണം, അതാ ഞങ്ങളുടെ ഉദ്ദേശം. മാത്രമല്ല അതിൽ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയെ ബഹുമാനിക്കുന്നുണ്ട്. തങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് എന്ത് അറിയുള്ളൂ? തങ്ങളെ മൗലിദ് ഓതാൻ അറിയുള്ളൂ, അത് ചെയ്യുള്ളൂ. തങ്ങളെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ചെയ്യാൻ മൗലവി? അപ്പൊ നിങ്ങളെ നേതാവ് തന്നെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ പിടികൂടുന്നു, നിങ്ങൾ പിടികൂടിക്കോളൂ. നിങ്ങൾ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നിങ്ങൾ പിടികൂടിയാലും ഈ ലോകത്ത് മുത്തുനബിയുടെ മദ്ഹ് പറയുന്നത് മൗലിദ് കഴിക്കുന്നത് നിർത്താൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങളെ നേതാക്കന്മാർ വിചാരിച്ചു, പക്ഷേ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കും കഴിയൂല, നിങ്ങളെ ശേഷമുള്ളവർക്കും കഴിയൂല. അള്ളാഹു പറഞ്ഞതാണ്, നബിയെ നിങ്ങളെ സ്മരണ ഞാനിവിടെ ഉയർത്തും, അത് അടിച്ചു താഴ്ത്താൻ ലോകത്തൊരു വിദാത്തുകാർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ മൗലിദ് എല്ലാ വർഷവും നമ്മൾ സന്തോഷത്തോടെ ആചരിക്കണം, അത് പാടണം, പറയണം, എല്ലാ സമയത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.